എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരുപാട് മസാല ഉപയോഗിക്കാതെയാണ് ഇവിടെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയാൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് കുക്കിംഗ് ഓയിലും ഇതിലേക്ക് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഒരു 4 സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചതും 2-3 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൈകൊണ്ടൊന്ന് മുറിച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ചേർത്തിരിക്കുന്ന കൂട്ടുകളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ. എണ്ണ ചൂടാകുമ്പോൾ ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടും. സവോള ഇവിടെ ഒരുവിധം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണിലും കൂടുതൽ ഗരം മസാല ഇവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ പൊടികൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലും കൂടുതൽ ഒട്ടും പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള എരിവ് ചേർത്തിരിക്കുന്ന പച്ചമുളകിൽ നിന്ന് തന്നെ കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ബാക്കി മസാലപ്പൊടികൾ പേരിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയ്ക്ക് പകരമായിട്ട് ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇങ്ങനെ മുട്ട റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.